കേരളത്തിൽ വ്യവസായ മേഖലയ്ക്ക് വൻ കുതിച്ചുചാട്ടമുണ്ടായെന്ന് മന്ത്രി പി രാജീവ്. സംസ്ഥാനത്ത് റിവേഴ്സ് മൈഗ്രേഷൻ നടക്കുകയാണെന്നും ഗ്ലോബൽ സിറ്റി പദ്ധതി കേന്ദ്ര അനുമതി നൽകിയില്ലെങ്കിലും സംസ്ഥാനം മുന്നോട്ട് പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി. നിയമസഭാ ചോദ്യോത്തരവേളയിലായിരുന്നു മന്ത്രിയുടെ പരാമർശം. കൊല്ലത്ത് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവം ദയനീയമാണെന്നും സംഭവത്തിൽ സേഫ്റ്റി കമ്മീഷണർ റിപ്പോർട്ട് ലഭിച്ച ഉടൻ തുടർ നടപടികളുണ്ടാകുമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. വൻ കുതിച്ചുചാട്ടമാണ് കേരളത്തിലെ വ്യവസായ മേഖലയ്ക്ക് ഈ സർക്കാരിന്റെ കാലത്തുണ്ടായത്. നിക്ഷേപങ്ങളും തൊഴിലവസരങ്ങളും വർദ്ധിച്ചതായും സ്ത്രീ സംരംഭകരുടെ എണ്ണം വർദ്ധിച്ചതായും മന്ത്രി പി രാജീവ് നിയമസഭയിൽ പറഞ്ഞു. ഈ ഗവൺമെന്റ് വരുമ്പോൾ ഏകദേശം 75,000 രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ ഉദ്യമ രജിസ്ട്രേഷൻ 16 ലക്ഷത്തിന് മുകളിലേക്ക് വന്നു എന്നുള്ളതാണ്. ചെറിയ സംരംഭങ്ങൾ, നാനോ സംരംഭങ്ങൾ, ആ സ്ത്രീകളാണ് കൂടുതൽ അത്തരം സംരംഭകരുള്ളത്. അവരെ ശരാശരി 1 കോടി ടേൺ ഓവറുള്ള സംരംഭങ്ങളാക്കി മാറ്റാൻ ഒരു മിഷൻ 10,000 എന്ന പദ്ധതി കൂടി ഗവൺമെന്റ് ഇപ്പോൾ ആവിഷ്കരിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. 40,000 പ്രൊഫഷണലുകൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും കേരളത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. റിവേഴ്സ് മൈഗ്രേഷൻ ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കെൽട്രോൺ AI ക്യാമറ വിഷയം ഉയർന്നപ്പോൾ മന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെ. ബഹുമാനായ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും കൊടുത്ത കേസാണ്. ആ കേസിലാണ് ഹൈക്കോടതി വിധി നടത്തിയിട്ടുള്ളത്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല. നാം കാണേണ്ട ഒരു ഭാഗം ഇപ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ടായി. മറ്റ് കരാറുകളിലേക്ക് പോകുമ്പോൾ, ടെൻഡറിലേക്ക് പോകുമ്പോൾ കെൽട്രോൺ ഇത് കേസിന് നിൽക്കുന്ന സ്ഥാപനമാണല്ലോ എന്ന ബുദ്ധിമുട്ടുകളുണ്ടായി. ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, കാരണം ബഹുമാനായ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷവും പ്രത്യേകം കൊടുത്ത കേസുകളാണ്. സാധാരണ ഒന്നിച്ചു കൊടുക്കുകയാണെങ്കിൽ വക്കീൽ ഫീസെങ്കിലും ലാഭിക്കാൻ പറ്റും. പക്ഷേ പ്രത്യേകമാണ്. 2 കക്ഷികളായിട്ടാണ് ഇതിനകത്ത് കാണുന്നത്. ശ്രീ VD സതീശൻ, രമേശ് ചെന്നിത്തല, രണ്ട് കക്ഷികളായിട്ടാണ് കാണുന്നത്. അതേസായിട്ടല്ല, 2 കേസായിട്ടാണ് കാണുന്നത്. ഒറ്റ വക്കീലാണെങ്കിൽ നല്ലത്. കൊല്ലം തേവേലക്കരയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം ദയനീയമാണെന്നും സേഫ്റ്റി കമ്മീഷണറുടെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി. അത് പരിശോധിക്കേണ്ട സേഫ്റ്റി കമ്മീഷണർ റിപ്പോർട്ട് കിട്ടിയാൽ അതിനനുസരിച്ചിട്ടുള്ള പരിപാടി ആസൂത്രണം ചെയ്യും. ആശുപത്രികൾ, സ്കൂളുകൾ, ഇതിലൊക്കെ പ്രത്യേകമായ പരിഗണന വെച്ച് അടിയന്തരമായ നടപടി സ്വീകരിക്കാൻ നടപടി എടുത്തിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.